സുനിലേക്ക് ആദ്യം സുനിൽ, ഇപ്പോൾ 2 ദിവസത്തെ 2 മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അതെല്ലാം തന്നെ ജനങ്ങൾ ആഗ്രഹിച്ചിരുന്ന തീരുമാനങ്ങളാണ്. ഒരുപക്ഷെ കഴിഞ്ഞ സർക്കാരിൻ്റെ നിന്ന് ഒരു തിരുത്തലായിട്ട് വരുന്ന തീരുമാനങ്ങൾ എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാൻ കഴിയും. എന്താണ് തോന്നുന്നത്, ഒരു ജനകീയ തീരുമാനമാണോ? കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ചിട്ടുള്ള ഓരോ പദ്ധതികൾ, ആ പദ്ധതികളിൽ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു എന്നതാണ് ഇപ്പോൾ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ പ്രഖ്യാപിക്കുന്നത്. ആ നിലയിലാണ് ഇപ്പോൾ ആദ്യ മന്ത്രിസഭാ യോഗത്തിലും രണ്ടാമത്തെ മന്ത്രിസഭാ യോഗത്തിലും വളരെ പ്രധാനപ്പെട്ട 2 തീരുമാനങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ തീരുമാനം, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടിക്കെതിരെ SIT അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നു. അത് തീർച്ചയായും കോൺഗ്രസ് പോഷക സംഘടനകൾക്കും കോൺഗ്രസ് യുവജന സംഘടനകൾക്കും ഒക്കെ തന്നെ ആവേശമായിട്ടുണ്ട്. അതൊരു നീതിയാണ് എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന തരത്തിലൊരു പ്രഖ്യാപനം നടത്തുന്നു. രണ്ടാമത്തെ ക്യാബിനറ്റിനാണെങ്കിൽ വളരെ പ്രധാനപ്പെട്ട ഇന്നത്തെ കേരയിൽ പദ്ധതി റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം പ്രഖ്യാപിക്കുന്നു. മാത്രമല്ല, അതിനായി സ്ഥലം ഏറ്റെടുപ്പ് നടപടികളെല്ലാം റദ്ദാക്കിക്കൊണ്ടുള്ള തീരുമാനം വരുന്നു. ഏറ്റവും ശ്രദ്ധേയമായത് മഞ്ഞക്കുറ്റികൾ പിഴുത് വലിച്ചെറിയാനുള്ള ആഹ്വാനം കൂടി മുഖ്യമന്ത്രി നൽകുകയാണ്. ആ അർത്ഥത്തിൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്കും വലിയ സമരങ്ങൾക്കുമൊക്കെ വഴിവെച്ചിട്ടുള്ള വിഷയത്തിൽ ഒരു പരിഹാരം എന്ന നിലയിൽ, ഒരു തിരുത്തൽ എന്ന നിലയിൽ നടപടികൾ പ്രഖ്യാപിക്കുകയാണ്, തീരുമാനം പ്രഖ്യാപിക്കുകയാണ്. നമുക്കറിയാലോ, കേരളത്തിൽ വലിയ വിവാദമായിരുന്നു, വലിയ സമരങ്ങൾ നടന്നതാണ്. നേരത്തെ തോമസ് ഐസക്കിൻ്റെ കാലത്താണ് കേരയിൽ അല്ലെങ്കിൽ സിൽവർ ലൈൻ പദ്ധതി കേരളത്തിൽ പ്രഖ്യാപിക്കുന്നത്. VS സർക്കാരിൻ്റെ കാലത്ത് 2009-2010 കാലഘട്ടത്തിലാണ്. പിന്നീട് അത് ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തൊക്കെ തന്നെ ആ പദ്ധതിയുമായി ബന്ധപ്പെട്ട നടപടികളുമായി മുന്നോട്ട് പോയി DMRC ആണ് DPR തയ്യാറാക്കാൻ ചുമതലപ്പെടുത്തിയത്. DMRC ആ പദ്ധതിയുടെ DPR തയ്യാറാക്കി കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. കേന്ദ്ര സർക്കാർ ആദ്യഘട്ടത്തിൽ അത് അംഗീകരിച്ചു. അന്ന് ഏതാണ്ട് 1.1 ലക്ഷം കോടി രൂപയാണ് ആദ്യം പദ്ധതിക്ക് ചെലവ് പ്രതീക്ഷിച്ചത്. പിന്നെ അത് 1.8 ലക്ഷം കോടി രൂപയായി. വലിയ ചെലവ് വരും എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് ആ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. അപ്പോഴും ഈ പദ്ധതി പിൻവലിക്കുന്നതായി ഒരു സർക്കാരും പറഞ്ഞിട്ടില്ല. പിണറായി സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം ഈ പദ്ധതിയുമായി ശക്തമായി മുന്നോട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് വലിയ വിഷയം ഉയർന്നത്, പാരിസ്ഥിതിക വിഷയം എന്ന് പറയുന്നത്. കേരളത്തെ ആകെ 2ആയി വെട്ടിമുറിച്ചുകൊണ്ടാണ് ഈ കേരയിൽ വരുന്നത്. ഇത് കേരളത്തിൻ്റെ പരിസ്ഥിതിക്ക് യോജിച്ചതല്ല എന്ന് വിദഗ്ധരൊക്കെ തന്നെ അഭിപ്രായപ്പെട്ടു എങ്കിൽ പോലും ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ തന്നെ സർക്കാർ തീരുമാനിച്ചു. ഇത് സർക്കാരിൻ്റെ ഒരു അഭിമാന പദ്ധതിയായി ഉയർത്തി കാണിച്ചു. അങ്ങനെ അന്നത്തെ പ്രസ്താവനകളൊക്കെ പറഞ്ഞാൽ വളരെ രസകരമാണ്. നിങ്ങൾ അപ്പം ചുട്ട് ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്ത് രാവിലെ പോയി അല്ലെങ്കിൽ കൊച്ചിയിൽ രാവിലെ പോയി അത് വിറ്റ് തിരിച്ചു വരാം എന്നൊക്കെ പറഞ്ഞ മഹാന്മാരൊക്കെ തന്നെയുണ്ട്. അതായാലും അത് വലിയ വിവാദമായിരുന്നു, ഒരുപാട് പരിഹാസമായി, ഒരുപാട് ട്രോളുകളായി, അങ്ങനെയൊക്കെ. ഏതായാലും ഇത് കേരളത്തിന് യോജിച്ച പദ്ധതിയല്ല എന്ന് ഒരുപാട് പേർ പറഞ്ഞുവെങ്കിൽ പോലും കേരളയിൽ വരും കേട്ടോ എന്നൊക്കെ പറഞ്ഞുള്ള പ്രസ്താവനകൾ ജനം തീർച്ചയായും അത് അംഗീകരിച്ചിട്ടില്ല. അത് വലിയ സമരമായി തുടർന്നു. അങ്ങനെ കേന്ദ്ര സർക്കാരും അതിനുള്ള അനുമതി നിഷേധിച്ചു. ഏതായാലും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ 2026 ബജറ്റിൽ സംസ്ഥാന സർക്കാർ മുന്നോട്ട് വച്ചിരിക്കുന്ന ഒരു പദ്ധതി എന്ന് പറയുന്ന RRTS ആണ്. അതായത് കേരളയിൽ ഉപേക്ഷിച്ചു. പക്ഷേ അപ്പോഴും ഈ കേരളയിലുമായി ബന്ധപ്പെട്ട് തുടങ്ങിയ ഓഫീസുകൾ അടച്ചുപൂട്ടിയിട്ടില്ല, അതിനുവേണ്ടി നിയോഗിച്ച ഉദ്യോഗസ്ഥരെ പിൻവലിച്ചിട്ടില്ല. അപ്പോൾ ഈ സ്ഥലം ഏറ്റെടുപ്പുമായി ബന്ധപ്പെട്ട നടപടികൾ പിൻവലിച്ചിട്ടില്ല, മഞ്ഞക്കുറ്റികൾ അവിടെ തന്നെ നിൽക്കുന്നു. അപ്പോൾ അതിനൊക്കെയുള്ളൊരു പരിഹാരം എന്ന നിലയിൽ ഒരു പൊളിറ്റിക്കൽ മെസ്സേജാണ്, ഒരു രാഷ്ട്രീയ സന്ദേശം നൽകിക്കൊണ്ടാണ് ഇന്ന് വി.ഡി. സതീശൻ്റെ ഈ പ്രഖ്യാപനം ഉണ്ടായത്. തീർച്ചയായും അത് സ്വാഗതാർഹമാണ്. ആ നിലയിൽ ഒരു ജനകീയ തീരുമാനങ്ങൾ എടുക്കുന്ന സർക്കാർ എന്ന പ്രതീതി തുടക്കത്തിൽ തന്നെ വി.ഡി. സതീശൻ നൽകുകയാണ്. ഇത് 9% ആളുകൾ മാത്രമേ ഈ പദ്ധതിക്കെതിരെ രംഗത്ത് വന്നിട്ടുള്ളൂ എന്നാണ് പിണറായി സർക്കാർ പ്രധാനമായും വാദിച്ചത്. പക്ഷേ 9% ആളുകളാണ് എതിർത്തതെങ്കിൽ പോലും അതൊരു എതിർപ്പാണെങ്കിൽ അവരെ കൂടി കേട്ട് അവരെ കൂടി വിശ്വാസത്തിലെടുത്തായിരുന്നു ആ പദ്ധതി നല്ലതാണെങ്കിൽ അതുമായി സർക്കാർ മുന്നോട്ട് പോകേണ്ടിയിരുന്നത്. ഒരാളെ പോലും ബാധിക്കുന്ന വിഷയമാണെങ്കിൽ പോലും ആ ആളെ ബോധ്യപ്പെടുത്തുകയും അവരുടെ പറയാനുള്ളത് കേൾക്കുകയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുകയും വേണമായിരുന്നു. അതൊന്നുമില്ലാതെയാണ് ഈ പദ്ധതിയുമായി സർക്കാർ മുന്നോട്ട് പോയത്. അപ്പോൾ ഇത് കൈകാര്യം ചെയ്ത രീതിയിലാകെ LDF സർക്കാരിന് വീഴ്ച പറ്റിയെന്നുള്ളതാണ് എൻ്റെ വിലയിരുത്തൽ. ഞാൻ നേരത്തെയും എൻ്റെ ഈ ഒരു വ്യക്തിപരമായ അഭിപ്രായം നേരത്തെയും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുമായി മുന്നോട്ട് പോയ രീതി, അതായത് ഇത് ബാധിക്കുന്ന ജനങ്ങളെ അറിയിക്കാതെ അവർക്ക് ഒരു സൂചനയും നൽകാതെ കുറേ ആളുകൾ പോയി അവരുടെ വീടുകളിൽ കയറി മഞ്ഞക്കുറ്റി അടിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അവരുടെ അടുക്കളയിൽ കയറി മഞ്ഞക്കുറ്റി അടിക്കുന്ന ഒരു സാഹചര്യം. അപ്പോൾ ഇത് നടപ്പാക്കിയ രീതിയിലും ഇത് വിഭാവനം ചെയ്ത രീതിയിലുമൊക്കെ ഈ പദ്ധതി എത്ര നല്ലതാണെങ്കിലും ആ രീതിയിലുമൊക്കെ തന്നെ വലിയ വീഴ്ച പറ്റി. ഏതായാലും അതിൻ്റെയൊക്കെ തന്നെ ആഘാതമാണ് ഈ തെരഞ്ഞെടുപ്പിൽ LDFന് നേരിടേണ്ടി വന്നത്. ഇനി രണ്ടാമത്തെ പ്രധാനപ്പെട്ട വിഷയമാണ് ഈ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട് എടുത്തിട്ടുള്ള തീരുമാനം. ആ അർത്ഥത്തിൽ വളരെ ജനകീയമാണെന്ന് തോന്നിക്കുന്ന പദ്ധതികൾ പ്രഖ്യാപിക്കുകയാണ്. അപ്പോഴും ഇന്ന് എറണാകുളത്ത് കണ്ടതുപോലുള്ള ചില കാഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അവിടെ ദളിത് കുടുംബങ്ങളെ കുടിയൊഴിപ്പിക്കാൻ ഇന്ന് ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ നടപടി ഏത് സാഹചര്യത്തിലുണ്ടായി എന്നത് വലിയ ചോദ്യമാണ്. കാരണം സർക്കാർ അധികാരത്തിൽ കയറി 24 മണിക്കൂർ പോലും
പൂർത്തിയായിട്ടില്ല. അപ്പോൾ ഇവിടെ ഈ എറണാകുളത്ത് കൊച്ചിയിൽ ഒരു ദളിത് കുടുംബങ്ങളെ കൂട്ടത്തോടെ കുട്ടികളും സ്ത്രീകളും അടക്കം സമരരംഗത്ത് നിൽക്കുമ്പോൾ അവർക്ക് നേരെ ജലപീരങ്കി പ്രയോഗിക്കുകയാണ്. അവരെത്രയോ കാലമായി അവിടെ ജീവിക്കുന്ന ഒരു സ്ഥലത്ത് ആ മനുഷ്യരെ ഒന്നുമില്ലാതെ തെരുവിലേക്ക് ഇറക്കിവിടാൻ ഒരു കൂട്ടം പോലീസുകാർ വരികയാണ്, ഒരു അഭിഭാഷക കമ്മീഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. സുപ്രീം കോടതി ഉത്തരവ് നടപ്പാക്കാനാണ് വരുന്നത് എന്ന് പറയുന്നു. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഒരു അറിവുമുണ്ടായിട്ടില്ല. അപ്പോൾ പോലീസിൽ നിന്ന് എന്തെങ്കിലും അനുമതി കിട്ടിയിട്ടുണ്ടോ? അപ്പോൾ ആ നിലയിലുള്ള പ്രശ്നങ്ങൾ കൂടി ഉണ്ടാകുന്നുണ്ട്. ഏതായാലും ഇതൊക്കെ എങ്ങനെയാകും മുന്നോട്ട് പോവുക എന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും ഈ ഒരു ജനകീയ സർക്കാർ എന്ന പ്രതീതി ഈ തീരുമാനങ്ങളിലൂടെ നൽകുന്നുണ്ട്. ഇത് ഇന്നത്തെ ഈ കേരയിൽ പദ്ധതി റദ്ദാക്കിയതിലൂടെ നമുക്കറിയാലോ, നേരത്തെയൊക്കെ തന്നെ വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ ജനങ്ങളെ ബോധ്യപ്പെടുത്താതെ അവരെ വിശ്വാസത്തിലെടുക്കാതെ ഒരു പദ്ധതിയുമായി മുന്നോട്ട് കൊണ്ടുപോയി ഇത് ഞങ്ങൾ നടപ്പിലാക്കും എന്ന് പറയുന്നത് അടിച്ചേൽപ്പിക്കുക, അത് ജനത്തോടുള്ള വെല്ലുവിളി തന്നെയാണ്. അതാണ് ഈ കേരയിൽ പദ്ധതിയിലും ഉണ്ടായത്. മാത്രമല്ല തെരഞ്ഞെടുപ്പിലും എനിക്ക് തോന്നുന്നു LDF-ന് വലിയ തിരിച്ചടിയായത്. Meet the editors.